അപ്പം എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താണ് ഞാനും ശ്രീബാല എന്നുള്ള സംഭവം. അപ്പോൾ ഞാൻ പറഞ്ഞു അതാണ് സിനിമയുടെ കഥ. ഞാൻ ഇന്റർവ്യൂല് കണ്ടിട്ടുണ്ട് 10 yearsൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് വൈഫാ. ചോദിച്ചിട്ട് പോലും ഇല്ല എന്തായാലും. ഞാൻ ഏതെങ്കിലുമൊക്കെ ലൊക്കേഷൻ ചെല്ലും, നമ്മൾ കഥ പറയാനായിട്ട് അസോസിയേറ്റിനെ കാണും, ഡയറക്ടറെ പരിചയപ്പെടുത്തും, അല്ലെങ്കിൽ ആർട്ടിസ്റ്റിനെ പരിചയപ്പെടുത്തുമ്പോൾ ചെല്ലും. പലപ്പോഴും നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നും അവോയ്ഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പട്ടിലെ പെരുമയുള്ള പേര് പോത്തീസ് ആലയം ഓഫ് ടെക്സ്റ്റൈൽസ്. ഹലോ, വെൽക്കം ടു മാറ്റിനി ലൈവ്. ഇപ്പൊ എന്റെ കൂടെ ഇരിക്കുന്ന ആൾക്ക് ഒരുപാട് ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല. ഇപ്പോഴത്തെ യുവ എഴുത്തുകാരിൽ മുൻനിരയിൽ നിൽക്കുന്ന ഒരാൾ, മാളികപ്പുറം എന്ന മെഗാ ഹിറ്റ് മൂവിയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ, നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അഭിലാഷ് പിള്ളൈ. ഹായ് അഭിലാഷ് ഏട്ടാ, വെൽക്കം ടു ദ ഷോ. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. പുതിയ പടത്തിന്റെ ഷൂട്ട് കഴിഞ്ഞു, പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്നു. ആനന്ദ് ശ്രീബാല എന്റെ റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. നൈസ്. ഓക്കെ, വോട്ടൊക്കെ ചെയ്തോ? വോട്ട് ചെയ്തു. അതെ. എന്താണ് വോട്ടിങ്ങിനെ പറ്റി എന്തെങ്കിലും? വോട്ടിങ്ങിനെ പറ്റി പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. എല്ലാ 5 വർഷം കൂടുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു പ്രഹസനം. പ്രത്യേക പാർട്ടി അങ്ങനൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നമുക്ക് എല്ലാ പാർട്ടിയിലും സുഹൃത്തുക്കളുണ്ട്. പിന്നെ വോട്ട് ആർക്ക് ചെയ്തു എന്നുള്ളത് പറയാൻ പറ്റില്ല. ഓക്കെ, നൈസ്. പുതിയ സിനിമയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് ആ ഫിലിം? എന്താണ് ഉദ്ദേശിക്കുന്നത്? പുതിയത് ആനന്ദ് ശ്രീബാലയാണ് ഇപ്പം ഷൂട്ട് കഴിഞ്ഞ പടം. ആനന്ദ് ശ്രീബാല മാളികപ്പുറത്തിന് ശേഷം ഞാൻ ചെയ്യുന്ന സിനിമ. അപ്പം ഒരു അർജുൻ അശോകന്റെ ഹീറോ ആയിക്കൊണ്ടുള്ളൊരു പരിപാടിയാണ്. സെയിം മാളികപ്പുറം പ്രൊഡ്യൂസേഴ്സ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടം. മാളികപ്പുറത്തിലെ ഒരുപാട് ആളുകൾ വർക്ക് ചെയ്ത സിനിമയാണ്. ക്യാമറമാൻ മാളികപ്പുറത്ത് നിന്നാണ്. അപ്പം ഇതിന്റെ ഡയറക്ടർ പേരും വിഷ്ണു എന്നാണ്. വിനയൻ സാറിന്റെ മകൻ വിഷ്ണു. മാളികപ്പുറത്തിന്റെ സംവിധായകനും വിഷ്ണുവാണ്. അതിൽ ശശി ശങ്കർ സാറിന്റെ മകൻ. പക്ഷേ ആനന്ദ് ശ്രീബാല എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം ഞാൻ മാളികപ്പുറത്തിന് മുന്നേ മനസ്സിൽ കൊണ്ടുവരുന്നൊരു കഥയാണ് ആനന്ദ് ശ്രീബാല. അപ്പം അത് വർഷങ്ങൾക്ക് ശേഷം ചെയ്യാൻ പറ്റി. നന്നായി വന്നിട്ടുണ്ട്. മേക്കേഴ്സ് ഞങ്ങൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഇനി ബാക്കി പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത്. ആക്ച്വലി മാളികപ്പുറം എന്ന് പറയുന്ന മൂവി മെഗാ ഹിറ്റ് ആണ്. അപ്പൊ ആ മൂവി കഴിയുമ്പോൾ എല്ലാവർക്കും അഭിലാഷ് ചേട്ടനെ പറ്റി ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും. തീർച്ചയായിട്ടും അത് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ് ആനന്ദ് ശ്രീബാല. തീർച്ചയായിട്ടും മാളികപ്പുറം പോലത്തെ ഒരു സിനിമ പ്രതീക്ഷ വരരുത്. കാരണം മാളികപ്പുറം ഒറ്റ സിനിമയാണ്. ഇത് ഫാമിലി. എന്റെ എല്ലാ കഥകളും ഇപ്പം മാളികപ്പുറം ആണെങ്കിലും നൈറ്റ് ഡ്രൈവ് ആണെങ്കിലും 10-ാം വിളവ് ആണെങ്കിലും കടവാണെങ്കിലും ഞാൻ ഫാമിലിക്കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് എഴുതിയിട്ടുള്ള സിനിമ. അങ്ങനെയാണ് ആനന്ദ് ശ്രീബാല. പക്ഷെ ആനന്ദ് ശ്രീബാല പ്രത്യേകത ഇതിൽ കുറച്ചും കൂടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ മോഡുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ തന്നെ ഫാമിലിക്ക് പറ്റുന്ന ഫീലിങ്സ് എല്ലാം ഫീൽ ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. സിനിമ കൊണ്ട് ഇറങ്ങിപ്പോകുന്ന ആള് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇറങ്ങിപ്പോകുന്നത്. അത് കോൺഫിഡന്റ് ആണ്. 100%. ഓക്കെ, അപ്പൊ മാളികപ്പുറം എന്ന് പറയുന്ന സിനിമ ഇപ്പോഴും അഭിലാഷ് ചേട്ടന്റെ ഏത് ഇന്റർവ്യൂസ് എടുത്താലും ഒരു ചർച്ചാ വിഷയമാണ്. ഒരു വർഷം കഴിഞ്ഞിട്ടും അതാണ് ശരിക്കും ആ സിനിമയുടെ ഏറ്റവും വലിയ വിജയം, അല്ലേ? ഞാൻ പറഞ്ഞു, ഞാൻ പല ഇന്റർവ്യൂകളും പറയാറുണ്ട്. ചിലപ്പോൾ ഞാൻ ഇനി ഒരു 100 പടം ചെയ്താലും ഞാനൊരു 10 പടം ചെയ്താലും ഞാൻ 10-ാം പടം ചെയ്യുമ്പോൾ ലൊക്കേഷൻ ചെയ്യുമ്പോൾ മറ്റേ മാളികപ്പുറത്തിന്റെ റൈറ്ററാണെന്ന് പറയാനാണ് സാധ്യത ഞാൻ കാണുന്നത്. അത് ഞാൻ എന്നെ ഭയങ്കര എൻജോയ് ചെയ്യുന്ന ആളാണ്. അതിന്റെ കാരണം ആ സിനിമ ഭയങ്കര സ്പെഷ്യലാണ്. ഇനി എത്ര ഹിറ്റുകൾ കൊടുത്താലും അതിനപ്പുറത്തേക്ക് ഒരു പടം ആവുമോ എന്നുള്ളത് എനിക്കറിയില്ല. മാളികപ്പുറത്തിന്റെ തട്ട് താണു തന്നെ എപ്പോഴും. തീർച്ചയായും. കാരണം അത് ഞങ്ങൾ ഒരുപാട് പേർക്ക് ലൈഫ് തന്ന സിനിമയാണ്. കാരണം ഞങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ക്രിയേറ്റിവിറ്റി എന്താണെന്ന് ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്തൊരു സിനിമയാണ് മാളികപ്പുറം. അപ്പോൾ വിഷ്ണുവിന്റെ ഫസ്റ്റ് പടമാണ്. അതിൽ വർക്ക് ചെയ്ത ആ കുട്ടികള്, അപ്പൊ ഇവരുടെയൊക്കെ ലൈഫിലെ ഒരു മൈൽ സ്റ്റോൺ ആണ് മാളികപ്പുറം. ഇനി ഇവരൊക്കെ എത്ര പടം ചെയ്താലും മാളികപ്പുറത്തിന്റെ ഒരു പേര് അവിടെ കിടക്കും. ആ കുട്ടിയെ ഞാൻ എപ്പോഴും പറയും, ആ കുട്ടീനെ എന്തോരം സിനിമകൾ ചെയ്താലും എന്തോരം അവാർഡ്സ് വാങ്ങിച്ചാലും മാളികപ്പുറത്തിലെ ദേവനന്ദ എന്നായിരിക്കും ഉറപ്പായിട്ടും. കുട്ടിയുടെ പുതിയ പടം വരുന്നുണ്ട്, ഗൂ എന്ന് പറഞ്ഞിട്ട് മണിപ്രതാചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത്. അതിന്റെ ക്യാപ്ഷൻ പോലും കുട്ടിക്ക് കിട്ടിയൊരു അവാർഡ് തന്നെയാണ്. അതിന്റെ വീടിന്റെ പേര് മാളികപ്പുറം എന്നാ. പുതിയ വീട് വെച്ചിട്ട് ആ വീട് പേര് മാളികപ്പുറം എന്നാ. അത് ഭയങ്കര സന്തോഷമായി. അല്ലെങ്കിൽ ആ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു? മാളികപ്പുറം ഹിറ്റ് ആവുന്ന എന്തായാലും അറിയായിരുന്നു, പക്ഷെ ഹിറ്റ് ആയി കഴിയുമ്പോ അത്രയും മെഗാ ഹിറ്റ് ആവുന്ന അറിയുമ്പോൾ ഒരു ഇമോഷൻ. ഞാൻ ഭയങ്കര മറ്റേ സൈക്കോത്തറ കാണിച്ചിട്ടുണ്ട്. ഞാൻ ഈ ബുക്ക് മൈ ഷോ കയറി നോക്കുമ്പോഴത്തേക്ക് തിയേറ്റേഴ്സ് ഒക്കെ ഫുൾ ആയിരിക്കുമല്ലോ. ഞാൻ തിയേറ്ററിലേക്ക് ഫോൺ വിളിക്കും, ചേട്ടാ 2 ടിക്കറ്റ് കിട്ടുമോ? അയ്യോ ചേട്ടാ ഹൗസ്ഫുൾ ആണല്ലോ. ആണോ? ഷോ എന്ത് ചെയ്യാ.
പക്ഷെ അതിന് ഭയങ്കര എൻജോയ് ചെയ്തു ഞങ്ങള്. കവിതാ തിയേറ്ററിൽ ഹൗസ്ഫുൾ ഷോ ഇടുമ്പോൾ ഞാനും ഉണ്ണിയും കൂടെ അവിടെ ചെന്നിട്ട് കവിതയിലെ ഓണർ സാധിച്ചിട്ടുണ്ട്, ചേട്ടാ ടിക്കറ്റ് ഉണ്ടോ? ഇല്ല ഹൗസ്ഫുള്ളാ. ഷോ എന്തായിട്ടാ ചെയ്യുക, അത് നിങ്ങളുടെ അറേഞ്ച് ചെയ്യണം. വേണ്ടേട്ടാ അത് നടക്കട്ടെ. അതൊക്കെ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഫാമിലിന്റെ റെസ്പോൺസ് ഞാനതെല്ലാം ഷൂട്ട് ചെയ്ത് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. കാരണം അത് ഇട്ടിട്ടുണ്ടോ പുറത്തെടുത്തോ? കാണാൻ ഉണ്ണി ഞാനിവിടെ കവിതാ തിയേറ്ററിന്റെ പുറത്ത് ഹൗസ്ഫുൾ ഷോ ബോർഡിന് വെച്ചൊരു ഒരു ഫോട്ടോ എടുത്ത് ഇട്ടതെന്ന് ഭയങ്കര വൈറലായിരുന്നു. അന്ന് കുറെ പേരത് വിമർശിച്ചു. ചുമ്മാ അത് പടം ഇറങ്ങി എനിക്ക് തോന്നുന്നു ഒരാഴ്ച കഴിഞ്ഞിട്ടാ. അപ്പൊ നമ്മൾ കുറെ വിമർശനങ്ങളുണ്ടായിരുന്നല്ലോ. പലരും പറഞ്ഞു ചുമ്മാ തള്ളുന്നതാണ്. കവിതാ തിയേറ്ററിൽ 1400 പേരൊക്കെ തിയേറ്ററിൽ ഹൗസ്ഫുള്ളൊന്നും ഇപ്പൊ ഓടില്ല, അതൊക്കെ ആയി വരുന്നുള്ളത് തന്നെ. അടുത്ത ദിവസം ഞങ്ങൾ ആ ഷോയ്ക്ക് ഫുൾ മീഡിയ വിളിച്ചു വരുത്തിയിട്ട് എടുത്തോളാൻ പറഞ്ഞു. നോക്കുമ്പോൾ അത് ഹൗസ്ഫുൾ ഷോ ആണ് അടുത്ത ദിവസം. അതൊക്കെ ഒരു ഭയങ്കര മൊമെന്റ്സ് ആയിരുന്നു. വിമർശനത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഈ ആനന്ദ് ശ്രീബാല എന്ന് പറയുന്നത് ഭക്തി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. പേര് കേട്ടപ്പോ അങ്ങനെയൊക്കെ തോന്നുന്നതാണ്. അതൊരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സബ്ജക്റ്റ് ആണ്. ആനന്ദ് ശ്രീബാല എന്ന് പറഞ്ഞ ടൈറ്റിൽ ക്യാരക്ടറാണ്. അർജുൻ അശോകന്റെ ക്യാരക്ടറിന്റെ പേരാണ്. ഇതില് അജുവേട്ടൻ അഭിനയിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അജുവേട്ടനും ധ്യാന് അങ്ങനെ കുറെ പേരുണ്ട്. അപ്പൊ ഇവരൊക്കെ ഒന്നും ഞാനാണ് വിളിക്കുന്നത്, ഇങ്ങനെ നമ്മുടെ ഈ പടത്തിലെ ഒരു ക്യാരക്ടർ ചെയ്യണം, എടാ കഥ പോലും കേൾക്കണ്ട ഞങ്ങൾ റെഡി എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പൊ അജുവേട്ടൻ നാർഗോൽ പോർഷനാണ് ഷൂട്ട് ചെയ്യാൻ വന്നത്. അജുവേട്ടൻ വന്നു, ഷൂട്ട് തുടങ്ങി. ഞാൻ ഉച്ചയ്ക്കാണ് ചെല്ലുന്നത്. ഉച്ചയ്ക്ക് ചെല്ലുമ്പോൾ എനിക്ക് ഞാൻ ഒന്നും വിട്ടാ ചെല്ലുകയാണ്, ഫൈറ്റ് സീനാണ് ഷൂട്ട് ചെയ്യുന്നത്. അജുവേട്ടൻ എന്നെ കണ്ടപ്പോഴത്തേക്ക് നീ വിളിച്ചപ്പോൾ ഞാൻ കരുതിയത് ഏതോ ഭക്തി സിനിമയാണ്, ഏതോ ഫാമിലി സബ്ജക്റ്റാണ്. പുള്ളിയെ ഫുൾ ഓടിക്കുക. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യോ, ഈ ഓടുന്ന പഠിക്കാൻ തലയിടിച്ചു വിടും, മരിക്കുന്നതായിട്ട് 2 അടി തരുമോ, എനിക്ക് മടുത്തതാണ്. പക്ഷെ 4 ദിവസം ഞങ്ങളോട് ഷൂട്ട് ചെയ്തപ്പോൾ ഇവരൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ഷൂട്ട് ചെയ്തത്. ഭയങ്കര ഹാപ്പിയാണ്. ഞാനത് ആക്ച്വലി വെയിറ്റിംഗ് ആണ് ആ പോർഷൻസ് ഒക്കെ തിയേറ്ററിൽ കാണാനായിട്ട്. അതെ അതെ, ഇപ്പൊ എല്ലാവരുടെയും മൈൻഡിൽ ഉണ്ടാവും മാളികപ്പുറം കഴിഞ്ഞിട്ട് ഇനി ഇത് ഭക്തി. അതിപ്പോ പറഞ്ഞു നന്നായി, ഇപ്പൊ എല്ലാവരുടെയും മൈൻഡിലുണ്ടല്ലോ. പക്ഷെ മാളികപ്പുറം സെയിം ടീം വീണ്ടും ഒന്നിക്കുന്ന സിനിമയുണ്ട്. അതും ഓഗസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. അത് പക്ഷെ അത് ഇതേപോലെ മാളികപ്പുറം പോലത്തെ ഭക്തിപടമൊന്നും അല്ല. പക്ഷെ മാളികപ്പുറം ഒരു ഭക്തിപടം എന്ന് പറയുന്ന ലേബല് മാത്രമാണ്. എല്ലാരും പറയുന്നു മാളികപ്പുറം ശബരിമല. ആക്ച്വലി ആ പടം കണ്ടവർക്ക് അറിയാം, അതൊരു ഫുൾ ഓൺ അതെല്ലാം മിക്സ് ചെയ്ത പടമാണ്. എന്ന് പറയുന്ന ഇല്ലാത്തവർക്കും ഉള്ളവർക്കും ഒക്കെ കാണാൻ പറ്റിയ ഒരു മൂവി. ആ പടത്തിന്റെ ക്ലൈമാക്സ് കൊണ്ട് ഇറങ്ങി പോകുന്നത് വിശ്വാസികളും അവിശ്വാസികളും ഹാപ്പിയാണ്. വിശ്വാസിക്കാതെ അയ്യപ്പനും അവിശ്വാസിക്കാതെ ഉണ്ണി മോഹൻ എന്ന് പറയുന്ന കേരള പോലീസിലെ ഒരു പോലീസുകാരനുമാണ്. ആ ഒരു ക്ലൈമാക്സ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് അങ്ങനെ വെച്ചതാ. കാരണം അതെല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. ക്ലൈമാക്സ് ആണ് അതിന്റെ മെയിൻ, ആ ഫിലിമിന്റെ മെയിൻ. കാരണം ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ട്, ദൈവം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ലാന്ന് പറയുന്നവരുണ്ട്. ഈ രണ്ടുപേരെ ഞാൻ ബഹുമാനിക്കുന്നു. കാരണം ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരുത്തനെ അതുണ്ടെന്ന് പറഞ്ഞ് പോയി ബോധ്യപ്പെടുത്താൻ ഞാൻ ആളല്ല. അത് അവന്റെ വിശ്വാസം അതില്ല എന്നാണ്. അതുണ്ടെന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നവരെ എനിക്ക് സാറ്റിസ്ഫൈ ആണ്. അപ്പോൾ ഈ 2 പേരും സാറ്റിസ്ഫൈ ആയിട്ടാണ് ഞാനും വിഷ്ണുവും ഞങ്ങൾ പ്ലാൻ ചെയ്ത് അങ്ങനെ തന്നെ ഒരു ക്ലൈമാക്സ് വെച്ചത്. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ വെച്ചത്, വേണ്ട അത് അയ്യപ്പനാട്ടിന് വെച്ചാൽ പോരായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ വെച്ചതെങ്കിൽ ഞങ്ങളിവിടെ വലിച്ചു കയറി ശൂന്യാഴ്ച ശ്രദ്ധിച്ചേനെ. സത്യം ഇങ്ങനെ വെച്ചുകൊണ്ട് വിമർശിക്കാൻ കയറി വരും ഹാപ്പിയായി. ഇവരതല്ല, ഇത് അയ്യപ്പനൊന്നും അല്ലോ, ഇതൊരു പോലീസുകാരാണ്. അതിനാണ് ഒരു ഡയലോഗ് വെച്ചത്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് മനുഷ്യന് നല്ല ഫിലിം. എനിക്കും ഭയങ്കര ഫേവറേറ്റ് മൂവിയാണ് മാളികപ്പുറം. തീർച്ചയായിട്ടും കാണും. ആനന്ദ് ശ്രീബാലയ്ക്ക് സെയിം മാളികപ്പുറം ടീം വർക്ക് ചെയ്തിട്ടുണ്ട്. മ്യൂസിക് ഡയറക്ടർ സെയിം ആണ്, ക്യാമറമാൻ സെയിം ആണ്. നിങ്ങളുടെ ഒരു ഗെറ്റ് ടുഗദർ നമ്മുടെ ടീമുകളെല്ലാം ഉണ്ട്. അപ്പം അതുകൊണ്ട് പ്രതീക്ഷിക്കുന്നു വലിയൊരു സക്സസ് ആവട്ടെ എന്തായാലും. പിന്നെ അഭിലാഷ് ഏട്ടന്റെ ലൈഫ് ഒരു 10 ഇയേഴ്സിന്റെ ഒരു കാര്യം പറഞ്ഞു. ഒരു കോർപ്പറേറ്റ് എംപ്ലോയി ആയിരുന്നു അഭിലാഷ് ഏട്ടൻ ആദ്യം. എന്നിട്ട് സിനിമയുടെ മോഹം കൊണ്ട് അവിടെ നിന്ന് പോകുന്നത്. പിന്നെ ഒരു 10 ഇയേഴ്സ് ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഫിലിമിലേക്ക് കയറുന്നത്. ആ ഒരു ജേർണിയിൽ ഇൻ ബിറ്റ്വീൻ എപ്പോഴെങ്കിലും അഭിലാഷ് ഏട്ടന് ഇത് വേണ്ടിയിരുന്നില്ല ഒരു തിങ്കിങ് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയല്ല, നമ്മുടെ എല്ലാവരുടെയും മനുഷ്യന്മാരുടെ മനസ്സിലുണ്ടാവുന്ന വേരിയേഷൻസ് എനിക്കും ഉണ്ടായിട്ടുണ്ട്. തിങ്കിങ്ങിന്റെ പ്രോബ്ലംസ്, മൂഡ് ഓഫ്സ് വന്നിട്ടുണ്ട്. എടുത്ത ഡിസിഷൻസ് തെറ്റാവൂ എന്ന് തോന്നിയിട്ടുണ്ട്. അതിന് ബേസിക് റീസൺ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു കല്യാണമൊന്നും കഴിക്കാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാളായിരുന്നെങ്കിൽ ഓക്കെയാണ്, എനിക്കൊരു ഡ്രീമിലേക്ക് മൂവ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല. ഇത് ഞാൻ ഒരുപാട് പേരുടെ ഉത്തരം പറയണം. കാരണം ഞാൻ മാരീഡാണ്. എൻ്റെ കുഞ്ഞിൻ്റെ 28 ദിവസമുള്ളപ്പോഴാണ് ഞാൻ ജോലി റിസൈൻ ചെയ്യുന്നത്. ഞാൻ ആ വൈഫിൻ്റെ ഫാമിലിയോട് ഉത്തരവാദിത്വം പറയണം. കാരണം അവർ എന്നെ ട്രസ്റ്റ് ചെയ്താൽ മോളെ കെട്ടിച്ചിരുന്നത്. അന്ന് എനിക്ക് ജോലി ഉണ്ടായിരുന്നു, മോളെ നോക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആള് പെട്ടെന്ന് സുപ്രഭാതത്തിൽ ജോലിയൊക്കെ കളഞ്ഞിട്ട് സിനിമയിലേക്ക് പോകുമ്പോൾ ഏതൊരു ഫാമിലി, പിന്നെ നമ്മുടെ റിലേറ്റീവ്സ്, ഒരു പണിയില്ലാത്ത നാട്ടുകാർ, ഇവർക്കൊക്കെ നമ്മൾ ഉത്തരം കൊടുക്കണം. അതായത് 1 വർഷം 2 വർഷമൊക്കെ അവരൊക്കെ മിണ്ടായിരിക്കും. 3-ാം വർഷമൊക്കെ ആകുമ്പോൾ ചോദിച്ചു തുടങ്ങി, അത് എന്താടാ ജോലിയെ കളഞ്ഞ് നടക്കുക, വല്ല കാര്യമുണ്ടോ, തിരിച്ചു പൊക്കൂടെന്ന് ചോദിക്കും.
പക്ഷെ അന്ന് എനിക്ക് സപ്പോർട്ടായിട്ട് നിന്ന് എൻ്റെ അച്ഛനും അമ്മയും ഭാര്യയാണ്. എൻ്റെ വൈഫ് എൻ്റെ MBA സർട്ടിഫിക്കറ്റ് എടുത്ത് ഒളിപ്പിച്ച് വെച്ചു. അത് കത്തിച്ചു കളഞ്ഞാൽ എനിക്ക് ഇന്നും സംശയമുണ്ട്. കാരണം അവളാണ് എനിക്ക് റെസിഗ്നേഷൻ അയക്കുന്നത് ഞാൻ ജോലി രാജിവെക്കാൻ വേണ്ടി. അവക്കറിയാം എന്റെ ആഗ്രഹം എന്താണെന്നുള്ളത്. ആക്ച്വലി അതൊരു ഭാഗ്യമല്ലേ. ഞാനൊക്കെ ആണെങ്കിൽ ഞാൻ ഇന്റർവ്യൂല് കണ്ടിട്ടുണ്ട് 10 yearsൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് വൈഫാ. ചോദിച്ചിട്ട് പോലും ഇല്ല എന്തായിരുന്നു. ഞാനാണെങ്കിൽ 10 മിനിറ്റ് ചോദിക്കും എന്തായി എന്തെങ്കിലും. ഇതെന്താ രസം വെച്ചാല് ഇതില് ഞാൻ പല ഇന്റർവ്യൂകളും പറഞ്ഞ ക്ലീശയായ സാധനം ഇത്. എങ്കിലും ഞാൻ പറയാം. കാരണം ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് മീറ്റിംഗ് ഇറങ്ങും, ബാഗും തൂക്കി 2 സ്ക്രിപ്റ്റും കാണും. ഞാൻ ഏതെങ്കിലുമൊക്കെ ലൊക്കേഷൻ ചെല്ലും, നമ്മൾ കഥ പറയാനായിട്ട് അസോസിയേറ്റിനെ കാണും, ഡയറക്ടറെ പരിചയപ്പെടുത്തും, അല്ലെങ്കിൽ ആർട്ടിസ്റ്റിനെ പരിചയപ്പെടുത്താൻ ചെല്ലും. പലപ്പോഴും നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നും അവോയ്ഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഉച്ചയ്ക്ക് വന്ന് മറൈൻ ഡ്രൈവിൽ എവിടെയെങ്കിലും അവിടെ ഇരിക്കും. വൈകുന്നേരം 5 മണി അവിടെ ഇരുന്നതിന് ശേഷം 5 മണിക്ക് തിരിച്ച് ഞാൻ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ഗേറ്റ് അടുത്ത് കയറി ചെന്നാൽ ഭയങ്കര ഹാപ്പി ആയിട്ട് ഞാൻ ചെല്ലുന്നത്. അപ്പോൾ തന്നെ അമ്മയായാലും അപ്പോൾ വൈഫാണേലും അച്ഛനായാലും അവരോട് ഞാൻ പറയുന്നത് അതെ, ഇന്ന് ഞാൻ പ്രൊഡ്യൂസറെ കണ്ടു, കഥ ഇഷ്ടപ്പെട്ടു. അവർ പറയുന്നത് ചിലപ്പം അടുത്ത മാസം ചെയ്യാൻ പറ്റും. ഇത് മാത്രം ഇത് ഭയങ്കര അവരെ ഹാപ്പി ആക്കിയിട്ട് ഞാൻ റൂമിലേക്ക് ചെല്ലുമ്പോൾ വൈഫ് പുറകെ വന്നിട്ട് മാളികപ്പുറത്തിൽ മറ്റേ സജി ചേട്ടൻ വന്ന് കയറുമ്പോൾ ഭാര്യ ചോദിക്കുന്ന സെയിം ചോദ്യം. അതെ എന്തായി പോയിട്ട് അല്ല പ്രൊഡ്യൂസർ പറഞ്ഞു ഈ പടം മാത്രമല്ല ഇത് വർക്കൗട്ട് ആണ്, അടുത്ത പടവും അഭിലാഷിന്റെ ഞാൻ തന്നെ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നിൽക്കും അതേത് പ്രൊഡ്യൂസറാണ് കഴിഞ്ഞ അവിടെ ഇതേ പ്രൊഡ്യൂസറാണ്. അപ്പൊ അതൊക്കെ ലൈഫിൽ നിന്ന് എക്സ്പീരിയൻസിലാണ് ഞാൻ മാളികപ്പുറത്തിലെ ആ സൈജുവിന്റെ കഥാപാത്രം വർക്കൗട്ട് ചെയ്തേക്കുന്നത്. മറ്റേ വ്യത്യാസം സൈജു അതിൽ ആത്മഹത്യ ചെയ്ത് ഞാൻ സൂയിസൈഡ് ചെയ്തില്ല. അതാണ് അതിന്റെ ബേസിക് വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പം ഞാൻ ആ സിനിമയ്ക്ക് വേണ്ടി എടുത്ത ആ സിനിമയ്ക്ക് വേണ്ടി എന്നല്ല, സിനിമ എന്ന് പറയുന്ന വേൾഡിൽ എത്താൻ വേണ്ടി ഞാൻ എടുത്ത 10 വർഷം ഒരുപാട് വിഷമങ്ങളും സന്തോഷമായിട്ടുള്ള സങ്കടം തന്നേക്കുന്ന സമയം. പക്ഷെ ആ സങ്കടം എല്ലാം ദൈവം എനിക്ക് മാറ്റി തന്നുകൊണ്ടിരിക്കുന്ന പീരീഡാണ് 2022 മുതൽ ടിൽ ഈ മൊമെന്റ് വരെ. ഇതിൽ അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ സംഭവിക്കും, പക്ഷെ എങ്കിലും ഐ എം വെരി ഹാപ്പി. കാരണം ഞാൻ ആഗ്രഹിച്ച വേൾഡിലേക്ക് എത്തിയിട്ടുണ്ട് സിനിമ. എന്നെ വിമർശിച്ചവരുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്തവരുണ്ട്, നീ ഇതാവും എന്ന് പറഞ്ഞവരുണ്ട്. രാശിയില്ലാത്ത എഴുത്തുകാരാണ് ഇവനെന്ന് വെച്ച് സിനിമ ചെയ്യലെന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ കമ്പനികളുണ്ട്. അതേ പ്രൊഡക്ഷൻ കമ്പനി ഇന്ന് എന്നെ വിളിച്ചത് നമുക്കൊരു പടം ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ കാര്യത്തിലൊക്കെ. പിന്നെ ഈ പറയുന്ന പോലെ അച്ഛനും അമ്മയും ഭാര്യയും, എൻ്റെ അമ്മ അച്ഛൻ തിയേറ്ററിൽ നിന്ന് പടം കണ്ട് സന്തോഷത്തോടെ കരഞ്ഞിറങ്ങി വരുന്നത് കണ്ടപ്പം ഞാൻ അമ്മ കരഞ്ഞത് കണ്ട് സന്തോഷിച്ചൊരു ദിവസം എൻ്റെ സിനിമ റിലീസായ ദിവസം. ആ കരച്ചിൽ കണ്ട് ഞാൻ സന്തോഷിച്ചു. കാരണം ആ സന്തോഷം കൊണ്ടുള്ള കരച്ചിലാണ്. ഭയങ്കര ഹാപ്പിയായിരുന്നു കാര്യം. പിന്നെ എൻ്റെ മോളെ സ്കൂളിൽ ചേർക്കാൻ പോകുമ്പോൾ അന്ന് ജോലിയൊക്കെ വിട്ട് നിൽക്കുക. അപ്പോൾ ഈ പിന്നെ എല്ലാവരും വന്ന് അഡ്മിഷനായിട്ട് വരുന്നുണ്ട്. അപ്പം അന്ന് എൻ്റെ കയ്യിലുള്ള വണ്ടി പോലും ഒരു നോർമൽ വണ്ടിയാണ്. അപ്പം ഞാൻ ചെന്ന് ഇങ്ങനെ ഫില്ല് ചെയ്യുമ്പോൾ അവിടെ അച്ഛൻ്റെ ജോലി എഴുതണം. അപ്പം ഞാനിങ്ങനെ അവിടെ എന്ത് എഴുതണം ആലോചിച്ച് ഞാനിങ്ങനെ സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന് എഴുതി കൊടുത്തു. അപ്പോൾ പെട്ടെന്ന് ഈ പ്രിൻസിപ്പലിനോട്ട് തിരക്കഥാർത്ഥമാണല്ലേ ഏതാ പടം ചെയ്തെന്ന് ചോദിച്ചു. ഞാൻ പടമൊന്നും ചെയ്തിട്ടേ ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല ചെയ്തിട്ടില്ല, പക്ഷെ മോൾ ഇവിടുന്ന് പഠിച്ചിറങ്ങുന്നതിന് മുമ്പേ ഞാനൊരു സിനിമയെങ്കിലും ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അതെന്റെ കോൺഫിഡൻസിന് ഞാൻ പറഞ്ഞാണ്. അങ്ങനെ അവളെ 1ാം ക്ലാസ്സിൽ ഇവിടെ ചേർക്കുന്നു. അവളുടെ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ സ്കൂളിന്റെ ആനിവേഴ്സറിക്ക് ഞാനായിരുന്നു ചീഫ് ഗസ്റ്റ്. അതൊരു മൊമെന്റ് ആയിരുന്നു. ഞാൻ മാത്രമല്ല, ആ വേദിയിൽ ഞാനുണ്ട്, ഉണ്ണിമൂന്നനുണ്ട്, മാളികപ്പുറം ടീമുണ്ട്. അതേ വേദിയിലേക്ക് എൻ്റെ മകളെ ഞാൻ വിളിച്ചു കയറ്റുന്നത്. ഞാനല്ല, ഉണ്ണിയാണ് വിളിച്ചു കയറ്റുന്നത്. ഉണ്ണിയാണ് ഇത് സ്റ്റേജിൽ പറയുന്നത്. ഈ സ്കൂളിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഇവിടെ ഇവളെ ചേർക്കാൻ വന്ന ദിവസം അവനെ എഴുതിയ സ്ക്രിപ്റ്റ് റൈറ്റർ. ഈ സാധനം ഞാൻ ഉണ്ണിയോട് പറഞ്ഞിട്ടുണ്ട്. ഉണ്ണി ഇവളെ സ്റ്റേജിൽ കയറ്റി. ഇവളന്ന് സ്റ്റേജിൽ സംസാരിച്ച് കണ്ട് സത്യം തന്നെ ഞാൻ കണ്ണു പറഞ്ഞു പോയി. എൻ്റെ അച്ഛൻ ആക്ച്വലി എൻ്റെ അച്ഛൻ പണ്ട് ഇവിടെ വന്നിട്ട് ഇതുപോലെ ചെയ്തത് എനിക്കറിയാം. അപ്പോൾ അവൾക്കത് ഓർമ്മയുള്ള സമയമൊന്നുമല്ല. എനിക്കൊന്ന് അവളെ ഞാൻ ഒന്നിച്ചേർക്കാൻ പോകാത്ര ഓർമ്മയില്ല. പക്ഷെ പലപ്പോഴും അശ്വതി ഭാര്യ പറഞ്ഞു കൊടുത്തതാവാത് ഇങ്ങനെ അച്ഛൻ എഴുതി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അവൾ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്. അതിനുശേഷം ഞാൻ അവളോട് പറയും, എടി നിനക്ക് എന്താ അച്ഛൻ ചെയ്തു തരണ്ട? അച്ഛനും ചെയ്തു തരണ്ട, ഞാനിപ്പോൾ സ്കൂളിൽ ഭയങ്കര പ്രൗഡല്ല അച്ഛാ, അത് മതി എന്ന് പറയും. ഒരാളുടെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് മൊമെന്റ്സ് ആണ് ഇതൊക്കെ. അച്ഛന്റെ അമ്മയുടെ കാര്യത്തിലാണെങ്കിലും മോളുടെ കാര്യത്തിലാണെങ്കിലും. കാരണം പിന്നെ ഈ പറഞ്ഞല്ലേ, ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഉള്ള എൻ്റെ പ്രണയമാണ് പിന്നെ കല്യാണമായി മാറിയത്. അപ്പം പ്രണയം എല്ലാരും ചോദിച്ചോണ്ടാണ് ഞാൻ പറയാത്തത്. പ്രണയമല്ല, എല്ലാവർക്കും അറിയേണ്ട അതാണ്. ഞാൻ പല വേദികളും പറഞ്ഞിട്ടുണ്ട്. അതായത് എനിക്ക് ആദ്യം ഒരു പ്രണയം ഉണ്ടായിരുന്നു. ആ പ്രണയം ബ്രേക്കപ്പ് ആയപ്പോൾ അപ്പം ഇത് ഞാൻ പലയിടത്തും പറഞ്ഞ ഇപ്പൊ ഈ കഥയാണ് എല്ലാവർക്കും അറിയേണ്ടത്. ഇതെപ്പോഴെങ്കിലും സിനിമയാക്കുമെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്റെ അതായിരുന്നു, സിനിമയാക്കും അഭിലാഷ്? 100% ഒരു സിനിമാക്കാരന്റെ ജീവിതത്തിൽ സംഭവിച്ചേക്കുന്നത് അത് കണക്ട് ചെയ്യാൻ പറ്റും എല്ലാവർക്കും. ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ സിനിമ കണ്ടപ്പോൾ എനിക്കത് കുറെ കാര്യം എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത്. പക്ഷെ ഇതില് പേഴ്സണലി എന്റെ ലൈഫിൽ സംഭവിച്ചിരുന്ന കുറെ ട്രാജഡീസ് സിനിമയായിട്ട് ബന്ധപ്പെട്ടല്ല, പുറത്തുള്ള അത് പിന്നീട് ജീവിതത്തെ എങ്ങനെ മാറ്റുന്നു,
പിന്നെ അതെങ്ങനെ തിരിച്ചു പിടിക്കുന്നു എന്നൊക്കെ ഉള്ളൊരു കാര്യം, ഒരു സംഭവമാണ്. കാരണം കുറച്ച് മുമ്പ് ചോദിച്ചല്ലോ, ഈ 10 വർഷത്തിൽ എപ്പോഴെങ്കിലും തിരിച്ചു പോയാലെന്ന് ആലോചിച്ചതാണ്. തിരിച്ചു പോയാലെന്നല്ല, എനിക്ക് ലൈഫ് കഴിഞ്ഞു എന്ന് തോന്നിയ മൊമെന്റ്സ് ഉണ്ട്. ഇനി ഒന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല. അന്നും എനിക്ക് മോട്ടിവേഷനായിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ള എൻ്റെ കുടുംബവും എൻ്റെ സുഹൃത്തുക്കളുമാണ്. അന്നും എനിക്ക് സപ്പോർട്ട് ചെയ്ത്, ഇല്ലടാ നീ ഇത് ചെയ്യും, നീ ഒരിക്കൽ മലയാള സിനിമയിലെ നിൻ്റെ പേരിൽ അറിയപ്പെടും, നിൻ്റെ സിനിമ അറിയപ്പെടും എന്ന് പറഞ്ഞ് എന്നെ മോട്ടിവേറ്റ് ചെയ്ത എൻ്റെ സുഹൃത്തുക്കളുണ്ട്. അവർക്ക് ഇന്നും ഉണ്ട്. പലപ്പോഴും വന്നു കയറിപ്പോയ സുഹൃത്തുക്കളുണ്ട്. നമ്മളൊന്നും ആവില്ല എന്ന് കണ്ടപ്പം ആ വഴിക്ക് പോയ സുഹൃത്തുക്കളുണ്ട്. അതിൽ പലരും ഇന്ന് തിരിച്ചു വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അന്നും ഇന്നും ഒരേ മുഖത്തോടെ ഒരേ ചിരിയോടെ നിന്നിട്ടുള്ളൂ. പക്ഷെ അവിടെയൊക്കെ ഞാൻ തളർന്നു പോകുന്ന സമയത്തും ഇല്ലടാ നീ സിനിമ ചെയ്യും എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ട്, എൻ്റെ അച്ഛൻ. അതൊരു വലിയ അനുഗ്രഹമായിരുന്നു. അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞ ഒറ്റ ഡയലോഗേ ഉള്ളൂ, അച്ഛൻ ജീവിച്ചിരിക്കുന്നതോളം കാലം നിൻ്റെ ഭാര്യയും അമ്മയും മക്കളും പട്ടിണി കിടക്കില്ല എന്ന് പറഞ്ഞു. ആ ഒരൊറ്റ ഇതിലാണ് ഞാൻ ഇറങ്ങിയത്. അതൊക്കെ ഇന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷം. കാരണം അന്ന് അച്ഛൻ ഒറ്റ വാക്ക് പറയില്ല, പറ്റത്തില്ല, നീ കല്യാണം കഴിച്ചാണ്, നിന്നെ ഓർത്ത് ഒരു ഭാര്യയുണ്ട് മക്കളുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ എൻ്റെ ഈഗോയിൽ ഞാൻ സിനിമ വേണ്ടെന്ന് വെച്ചിട്ട് ഇൻഫോ പാർക്കിൽ നിന്നേനെ. പക്ഷെ ഇന്ന് പക്ഷെ അത് സാധാരണ എല്ലാവരുടെയും വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ അത് പറ്റത്തില്ല, വൈഫും പറ്റത്തില്ല, അങ്ങനെ പറയാം. വൈഫാണ് ഏറ്റവും കൂടുതൽ. കാരണം ഞാൻ പണ്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ ഞാൻ എഴുതുമെന്നോ ഞാനിത് ചെയ്യുമെന്നോ ഇവർക്ക് ആർക്കും അറിയില്ല. പക്ഷെ അമ്മയ്ക്കൊക്കെ ആയാലും രാവിലെ ജോലിക്ക് പോയി വൈകിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് ഒരു 7 മണിയാകുമ്പോൾ വീട്ടിൽ കയറി ഇരിക്കുന്ന മകനെയാണ് അമ്മയ്ക്ക് ആഗ്രഹം. കാരണം ഞങ്ങൾ 2 ആൺമക്കളായിരുന്നു. മൂത്ത ചേട്ടൻ മരിച്ചു പോയതാണ്. അപ്പോൾ ചേട്ടൻ മരിച്ചതിന് ശേഷം അമ്മ ഭയങ്കര ടെൻഷനാണ് എൻ്റെ കാര്യത്തിൽ. കാരണം ഞാൻ ഇനി ഒരു മകനേ ഉള്ളൂ. അപ്പോൾ അമ്മ എപ്പോഴും എങ്ങനെയാ ചെയ്യുന്നത് വെച്ചാൽ ഒരു 7 മണിയാകുമ്പോൾ ഞാൻ വന്നില്ലെങ്കിൽ എന്നെ വിളിച്ചുകൊണ്ടിരിക്കും, നീ എവിടെ ടെൻഷൻ. അപ്പോൾ അമ്മയുടെ ആഗ്രഹം ഞാൻ എപ്പോഴും ആണ്. അപ്പോൾ സിനിമയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അമ്മയ്ക്ക് പണി പാളിയത്. കാരണം ഞാൻ സമയമൊന്നൊരു സാധനം ഇല്ലല്ലോ. നമ്മളിപ്പം ഷൂട്ട് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ എത്തുന്നത് ചിലപ്പം വെളുപ്പിനെ ആയിരിക്കും. അപ്പോൾ ഞാനും അമ്മയും തമ്മിൽ കാണുന്നത് ഈ വന്നുകയും രാവിലെ എഴുന്നേറ്റ് ഷൂട്ടിന് പോകുന്നൊരു മൊമെൻറ്റ് മാത്രമേ ഞങ്ങൾ പോയി കാണുന്നുള്ളൂ. എൻ്റെ അമ്മയ്ക്ക് എന്നെ മിസ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ അടുത്ത് ഈ 2 ദിവസം മുന്നേ എൻ്റെ അമ്മ ഭയങ്കരമായിട്ട് ഇമോഷണലി എൻ്റെ അടുത്ത് പറഞ്ഞു, പണ്ട് തന്നെ എനിക്ക് എപ്പോഴും കിട്ടുമായിരുന്നു, അടുത്ത് ഇപ്പം എന്നെ കാണാൻ പറ്റുന്നത്. അപ്പോൾ അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, ശരിയാണ്, അമ്മയ്ക്ക് കിട്ടുന്നില്ല, ഭാര്യയ്ക്ക് കാണാൻ പറ്റുന്നില്ല, മക്കൾക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ചിന്തിക്കുകയാണ്, ഞാൻ എൻ്റെ സ്വപ്നത്തിൻ്റെ പുറകെ പോയപ്പോൾ ഞാൻ ഇവരൊക്കെ എനിക്ക് വേണ്ടി കുറെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. പക്ഷെ ഇന്ന് ഞാൻ ആ സമയം കണ്ടെത്തുന്നുണ്ട് അവർക്ക് വേണ്ടി. തീർച്ചയായിട്ടും എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, പണ്ട് നീ എപ്പോഴും നമുക്ക് കാണാമായിരുന്നു, ഇപ്പം തന്നെ ഞാനിപ്പോൾ എൻ്റെ അങ്ങനെയുള്ള എനിക്ക് വേണ്ടപ്പെട്ട സുഹൃത്തുക്കളൊക്കെ ഞാൻ റീയൂണിയൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിളിച്ചിട്ട് അവരുടെ കൂടെ പോയി ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ലൈഫിൽ ആഗ്രഹിച്ചൊരു മൊമെന്റിലാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷെ ഞാൻ ഇനിയും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ വേറെ കുറെ സ്വപ്നങ്ങളും കണ്ടിട്ടുണ്ട് സിനിമയിൽ. അപ്പൊ അതിലേക്ക് ഞാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വപ്നത്തിന്റെ കാര്യം പറയുമ്പോൾ ചേട്ടൻ ഇപ്പൊ സ്ക്രിപ്റ്റ് റൈറ്റർ ആണ്, ഒരു സംവിധായകൻ ആകാനുള്ള പ്ലാനിലേക്ക് തീർച്ചയായിട്ടും ആകാനുള്ള പ്ലാനും ഉണ്ട്. അത് ദൈവം അനുഗ്രഹിച്ചാൽ ഒന്നെങ്കിൽ ഈ വർഷം അവസാനം അല്ല അടുത്ത വർഷം ഞാനത് ചെയ്യും. എന്ന് വെച്ചോണ്ട് ഞാനൊരു ത്രൂ ഔട്ട് ഡയറക്ടറായി മാറത്തുമില്ല. ഞാൻ എൻ്റെ ആഗ്രഹത്തിനൊരു സിനിമ ഞാൻ ചെയ്യും. പിന്നീട് തിരക്കഥ തന്നെ ഞാൻ ഫോക്കസ് ചെയ്യത്തുള്ളൂ. പക്ഷെ ഞാൻ എനിക്ക് ചെയ്യണമെന്ന് തോന്നുന്ന ചില കഥകൾ അത് മറ്റൊരു സംവിധാനത്തിലൂടെ അല്ല കാണേണ്ടത്. അത് എൻ്റെ വിഷനാണ്, എൻ്റെ മനസ്സിലുള്ള വിഷ്വൽ അങ്ങനെ കാണണമെങ്കിൽ അത് ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ചില കഥകളുണ്ട്. അത് ഞാൻ സംവിധാനം ചെയ്തിരിക്കും. അങ്ങനെ ഒരു സിനിമ എന്തായാലും സംഭവിക്കും. വലിയ ഡ്രീംസിലൊന്നാണ്. കാരണം ഓൾറെഡി എനിക്ക് ആ ഓഫേഴ്സ് വന്നിരുന്നു. അത് ഇവിടെ തന്നെ ഒരു വലിയ ആർട്ടിസ്റ്റിന്റെ സൈഡിൽ നിന്ന് എനിക്കൊന്ന് ഓഫറാണ്. പക്ഷെ ഇപ്പം ഞാൻ പെട്ടെന്ന് അതിലേക്ക് പോയി ഞാൻ കമ്മിറ്റ്മെന്റ്സ് എടുത്തേക്കുന്ന കുറേ സംവിധായകരും പ്രൊഡ്യൂസേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരോട് ഞാൻ ഉത്തരം പറയണം. അതുകൊണ്ട് അതൊക്കെ തീർത്തിട്ട് സമാധാനമായിട്ട് ചെയ്യാം എന്നാണ്. ഈ മാളികപ്പുറം ഡയറക്ടർ വിഷ്ണു എൻ്റെ അടുത്ത് എപ്പോഴും പറയും, ചേട്ടാ ഞാൻ ചേട്ടൻ്റെ അടുത്ത് ഒന്ന് അസോസിയേറ്റ് ആയിട്ട് നിന്നേരാം, ചേട്ടൻ പടം ചെയ്യും, സംവിധാനം ചെയ്യും. ഞാൻ ആലോചിക്കും, എടാ നിനക്കല്ലേ ഞാൻ എഴുതിത്തരണ്ടേ തിരക്കഥ, അല്ല ചേട്ടാ നിങ്ങൾ ഡയറക്റ്റ് ചെയ്യണം എന്ന് അവൻ എപ്പോഴും എൻ്റെ അടുത്ത് പറയും. രഞ്ജിൻ രാജ്, മ്യൂസിക് ഡയറക്ടർ രഞ്ജിൻ രാജ്, അവൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അവൻ എപ്പോഴും പറയും അബി ഡയറക്റ്റ് അത് നീ ചെയ്യണമെന്ന് പറയും. അങ്ങനെ ഒരുപാട് പേര് എൻ്റെ ചുറ്റും നിൽക്കുന്ന എൻ്റെ സുഹൃത്ത് വലയത്തിലുള്ള എല്ലാവരും പറയും. അപ്പം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ വർഷം അത് നടക്കണമെന്ന്. നടത്തണം. അന്നും ഇന്റർവ്യൂവിന് വിളിക്കണം. ഇന്റർവ്യൂ ഞാൻ തന്നെ വിളിക്കും ഉറപ്പായിട്ടും. അതുപോലെ നമ്മൾ ഉടമകൾ ഇത് കേൾക്കണം. നമ്മൾ വിളിച്ചിരിക്കും അഭിലാഷേട്ടൻ തന്നെ ഇങ്ങനെ തന്നെ ഇവിടെ തന്നെ ഇരുത്തി നമ്മൾ ഇന്റർവ്യൂ ചെയ്യും. അപ്പൊ ഇനി നമ്മൾ സംസാരിക്കുമ്പോൾ ഇന്റർവ്യൂ ആയിട്ട് പറയല്ല, നിങ്ങളുടെ ഓണേഴ്സ് ബാദുഷയ്ക്കും ശിനോട്ടും എൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പടം ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ഞാനിങ്ങനെ ഉഴപ്പി കിടക്കുന്നത് ഇനി കുഴപ്പമില്ലല്ലോ. അതുപോലെ അഭിലാഷയുടെ പറഞ്ഞത് അഭിലാഷ് ശ്രദ്ധിച്ചിട്ടുണ്ട്, അഭിലാഷിന്റെ സിനിമയിലെ എല്ലാ നായികമാരുടെയും ഫസ്റ്റ് ലെറ്റർ എ ആണ്. എവിടെ പറഞ്ഞു എന്നുള്ളത് അത് ബി ആക്കാനും സി ആക്കാനും ഞാനാണ്. അതൊക്കെ ആക്കൂ, എന്തിനാ ഈ എയിൽ തന്നെ വെക്കുന്നത്? നെക്സ്റ്റ് ബി ആണെങ്കിൽ ഞാനുണ്ട്.
അടുത്ത പടത്തിന് വിളിക്കാം. അടുത്ത വിളിച്ചാൽ മതി, കുഴപ്പമില്ല, പയ്യ മതി. ഉറപ്പായിട്ടും. അത് അങ്ങനെ വല്ലതും വിചാരിച്ചിട്ടാണ്? ഒരിക്കലും അല്ല, അത് എങ്ങനെയൊക്കെയോ സംഭവിച്ചതാണ്. അത് അമലാപ്പോളായിരുന്നു ആദ്യ പടം. അത് കഴിഞ്ഞ് രണ്ടാമത്തെ പടം ആകുമ്പം അന്നാബൻ, അതിഥി രവി, അത് കഴിഞ്ഞ് ആൽഫി പഞ്ഞിക്കാരൻ, ഇനിയിപ്പോ ഇനി അടുത്ത പടം മാറ്റണം. മാറ്റി മതി, അടുത്തോടെ എന്തായാലും മാറ്റണം. ഇനി മാറ്റണം, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഇനി അടുത്ത. മനസ്സിലായി. അങ്ങനെ പാർവതി ബാബു ഒരു ഇന്റർവ്യൂ എടുത്തപ്പോൾ അവള് ഇത് ചോദിക്കുന്നുണ്ടായിരുന്നല്ലേ? ഇപ്പൊ ബി കഴിഞ്ഞിട്ട് ഓക്കെ. അപ്പോ അങ്ങനെയാണ് ലൈഫിലെ വിശേഷങ്ങളൊക്കെ. ഇനി ഞാൻ ചേട്ടന് ഒരു ടാസ്ക് തരാം. ടാസ്ക് ഒന്നുമല്ല, അതിനു മുമ്പ് ചായ കുടിച്ചോട്ടെ. അയ്യോ, ചായ കുടിച്ചോ. ഞാൻ ബ്രേക്ക് തരുന്നില്ലേ? നീ കുടിക്കണ്ട, നീ സംസാരിച്ചു. ഓക്കെ, ഞാൻ ചോദിക്കാൻ വന്നത്, ഈ സ്ക്രിപ്റ്റ് റൈറ്റർ ആവണം എന്നുള്ളൊരു ആഗ്രഹം വരുന്ന ഒരു മൊമെന്റില് അതെപ്പോഴായിരുന്നു? സ്ക്രിപ്റ്റ് റൈറ്റർ ആവുന്നതിന് മുന്നേ, ആഗ്രഹം വരുന്നതിന് മുന്നേ, പണ്ട് എനിക്ക് സിനിമ എന്നുള്ള പരിപാടി എൻ്റെ തലയിലിട്ടുന്ന എൻ്റെ അച്ഛനാണ്. സാധാരണ അച്ഛന്മാർ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ഇപ്പൊ വെള്ളിയാഴ്ച രാവിലെ എന്തായിരിക്കും പറയുന്നത്, സ്കൂളിൽ പോകണമെന്നല്ല പറയുന്നത്. വെള്ളിയാഴ്ച എല്ലാം പടം റിലീസ് എൻ്റെ അച്ഛൻ പറയും സ്കൂളിൽ പോകണ്ടെന്ന് പറയും. എൻ്റെ അച്ഛൻ എന്നെ ഞങ്ങൾ തിയേറ്ററിൽ കൊണ്ടുപോകും. ഞാനുണ്ട് ചേട്ടൻ, പക്ഷേ സ്കൂളിൽ പോകും. ചേട്ടൻ ഭയങ്കര പഠിപ്പിച്ചായിരുന്നു. ഞാൻ എങ്ങനെ മുങ്ങണമെന്ന് ആഗ്രഹിച്ച ആളാണ്. അപ്പോൾ ലാലേട്ടൻ്റെ പടവും മമ്മൂക്കയുടെ പടമൊക്കെ വരുമ്പോൾ അച്ഛനെ കൊണ്ടുവന്നേ. അന്ന് സ്കൂളിൽ പോയില്ലെങ്കിൽ അച്ഛൻ പറയും എന്താണ് നീ പോയി പറ വയ്യെന്ന് പറഞ്ഞാൽ എന്ന് പറയും. അങ്ങനെയാണ് സിനിമ കണ്ട് സിനിമയോട് ഭയങ്കര ഇഷ്ടം തോന്നി. അപ്പോൾ അന്ന് എനിക്ക് അഭിനയിക്കാനായിരുന്നു ആഗ്രഹം. നമ്മൾ ഈ ഒരു സിനിമ കണ്ട് വീട്ടിൽ വന്ന് കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് നമ്മൾ എങ്ങനെയായിരുന്നു, എനിക്കാണ് ദേഷ്യം വന്ന് കണ്ണാടി എറിഞ്ഞ് പൊട്ടിക്കുന്ന അവസ്ഥയായി. അപ്പോൾ അങ്ങനെ കുറേ കഴിഞ്ഞ് ഒരു 9ാം ക്ലാസ് അല്ലെങ്കിൽ 10ാം ക്ലാസ് മുതൽ ചെറുതായിട്ട് എഴുതി തുടങ്ങുകയാണ് ഞാൻ. ഷോർട്ട് സ്റ്റോറീസ് ഒക്കെ എഴുതും. എന്നിട്ട് ഒരു +1 +2 ഒക്കെ എത്തിയപ്പോഴത്തേക്ക് ഞാനിത് വളരെ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങി. അന്ന് ഈ നമ്മുടെ ഈ ആഴ്ചപ്പതിപ്പിലേക്ക് നമുക്ക് അയച്ചു കൊടുക്കാം. അപ്പൊ എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ ഒരേ പേരിൽ അയച്ചു കൊടുത്താൽ ഇവർ പബ്ലിഷ് ചെയ്യാത്തപ്പോൾ ഞാൻ 5 കഥയിട്ട് 5 പേരിൽ അയച്ചു കൊടുക്കും. എന്നിട്ട് ചിലതൊക്കെ പബ്ലിഷ് ചെയ്യുമ്പോൾ എന്റെ പേരല്ല, അയ്യോ ഇത് എന്റെ കഥയല്ല, പക്ഷെ ഞാൻ തന്നെ വേറെ പേരിൽ അയച്ചു കൊടുക്കും. ഇതൊക്കെ ഞാൻ കട്ട് ചെയ്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം അതിനുശേഷം കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഇത് കുറച്ചുകൂടെ ഒന്ന് സീരിയസ് ആയിട്ട് പോകണമെന്നൊക്കെ ആഗ്രഹിച്ചത്. പിന്നെ പഠിപ്പിന്റെ പുറകെ പോയി. അതിനുശേഷം ഞാൻ പറഞ്ഞില്ല, ചേട്ടൻ്റെ മരണം ശേഷം വീണ്ടും പോസ്റ്റ് ഗ്രാജുവേഷൻ സീരിയസ് ആവുന്നു. MBAക്ക് പോകുന്നു. MBA പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഇതിലേക്ക് പോകാനുള്ളൊരു സാഹചര്യം ഇല്ല ആ സമയത്ത്. കാരണം ഞാൻ ഒരു മകനേ ഉള്ളൂ, അച്ഛനെ അമ്മയും ടേക്ക് കെയർ ചെയ്യണം. വാക്ക് കൊടുത്തിട്ടൊരു പെണ്ണ് എനിക്ക് വേണ്ടി വെയിറ്റിംഗ് ഉണ്ട്, അവളെ കല്യാണം കഴിക്കണം, എനിക്ക് ജോലി വേണം. അങ്ങനെ വീണ്ടും MBA കംപ്ലീറ്റ് ചെയ്യുന്നു. ബാംഗ്ലൂർ ജോലിക്ക് പോകുന്നു. 2 വർഷത്തോളം ബാംഗ്ലൂരും കൊച്ചിയായിട്ട് ജോലി. അതിൻ്റെ ഇടയ്ക്കാണ് കല്യാണം, എൻ്റെ കുട്ടി ഉണ്ടാകുന്നു. മോളുണ്ടായി കഴിഞ്ഞ് ഇരിക്കുന്നൊരു മൊമെൻറ്റിലാണ് ആക്ച്വലി അശ്വതി തന്നെയാണ് എൻ്റെ അടുത്ത്. അശ്വതിക്ക് അറിയാം എൻ്റെ ഡ്രീം ഇതാണെന്നുള്ളത്. അശ്വതിയാണ് പറയുന്നത് എൻ്റെ അടുത്ത് എന്തുകൊണ്ട് ട്രൈ ചെയ്തുകൂടാ എന്ന് പറഞ്ഞാണ് വീണ്ടും ആ ഒരു സ്വപ്നം സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അന്ന് നമ്മുടെ മ്യൂസിക് ഡയറക്ടർ രാജാമണി അങ്കിള്, പുള്ളി എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. പുള്ളി എൻ്റെ ഷോർട്ട് സ്റ്റോറീസ് വായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്കിള് പറഞ്ഞു നിനക്ക് എഴുതാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് മോട്ടിവേറ്റ് ചെയ്തു. അങ്ങനെ എല്ലാവരോടും മോട്ടിവേറ്റ് ചെയ്തപ്പോൾ 2013 HR നാട് തെറി പറഞ്ഞിട്ട് ഞാൻ അല്ല അങ്ങനെയല്ല, അതുവരെ കടിച്ചു നോക്കിയിരിക്കാതെ ഈ ജോലി ഒന്നും വിടാനായിട്ട്. അതെ, അപ്പം അങ്ങനെ ജോലി വിട്ടു. ഇനി മേലെ ഞാൻ കൂടെ തിരിച്ചു ചെല്ലാതെ പറ്റാത്ത അവസ്ഥയായിപ്പോയി. കാരണം അത്രയും പറഞ്ഞിട്ടാണ് അങ്ങനെ ഇറങ്ങി 13 ഇറങ്ങി. 2021 ഷൂട്ട് തുടങ്ങുന്നത്. പിന്നെ 2022 4 പടം റിലീസ് ചെയ്തു. അതൊരു ഭാഗ്യം പോലെ തോന്നി. പിന്നെ എൻ്റെ ആദ്യ മലയാള സിനിമ എന്ന് പറയുന്നത് ഒരേ സമയം 2 പടം ഷൂട്ടിംഗ് ആയിരുന്നു. 10ാം വളവും നൈറ്റ് ഡ്രൈവും. പകല് 10ാം വളവും ലൊക്കേഷനും നൈറ്റ് ഡ്രൈവും ലൊക്കേഷനും. അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് തോന്നുന്നു റൈറ്റേഴ്സിന്റെ ഇടയിൽ മലയാളത്തിൽ ചുരുക്കം. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരേ സമയം 2 പടമായിട്ടൊക്കെ ലോഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എങ്ങനെയൊക്കെ നമ്മളല്ലേ 10 കൊല്ലം ഈ കാണുന്നവർക്ക് ഇത് ഇവൻ എന്തൊരു ഭാഗ്യവാനാണ് ഒരേ സമയം 2 അങ്ങനെയൊന്നുമല്ല. 10 വർഷത്തെ നടത്തമാണ് 4 പടം ഇറക്കിയത്. ഞാൻ ഈ ഇടയ്ക്ക് ധ്യാൻ്റെ ഒരു ഇന്റർവ്യൂ കണ്ടിരുന്നു. ശ്രീനി സാറ് 1 വർഷം 12 പടം എഴുതിയിരുന്നു. ഞാനിങ്ങനെ ആലോചിക്കും എങ്ങനെ ഈ മനുഷ്യൻ 12 പടം എഴുതി എന്നുള്ളത്. നമ്മൾ 10 വർഷം നടന്നിട്ട് 4 പടമാണ് എഴുതാൻ പറ്റിയത് ഈ എടുക്കാൻ. അപ്പം അതൊരു പ്രോസസ്സാണ്. ഇപ്പം എന്നെ കൊണ്ട് ചോദിച്ചാൽ ഞാൻ പറയും മാക്സിമം 1 വർഷം 2 പടം 3 പടം, അതിനപ്പുറത്തേക്കൊന്നും ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. സിനിമ ഒരുപാട് മാറി, പണ്ടത്തെ പോലെ അല്ല. അപ്പം അത് കാരണം നമുക്ക് ഇങ്ങനെ ചെറ പറയാന്ന് വിടാനൊന്നും പറ്റില്ല. അതെ, ഇപ്പൊ അഭിലാഷ് ചേട്ടൻ 10 വർഷത്തെ അത് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം ഒരുപാട് ഇതുപോലെ ആക്ടിങ്ങിനും അല്ലെങ്കിൽ ഫിലിമിലേക്ക് ഇറങ്ങാൻ വേണ്ടി എന്തും വേണ്ടെന്ന് വെക്കുന്ന ഒരുപാട് പേര് ഇപ്പൊ നമ്മുടെ ഈ ജനറേഷനിലുണ്ട്. അവരോട് എന്താ അഭിലാഷ് ചേട്ടൻ പറയാനുള്ളത്? അല്ല, ഇന്നത്തെ ജനറേഷനോട് പറയാനുള്ളത് ഇവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്, പണ്ടത്തെ പോലെ അല്ല. പണ്ടെന്ന് പറയുന്നത് ഇപ്പം ഞാൻ പല ഇന്റർവ്യൂകളും പറയുന്നത് ഇപ്പം എറണാകുളം ജില്ലയിൽ താമസിക്കുന്ന യങ്സ്റ്റേഴ്സിന് സിനിമ കുറച്ചും കൂടെ അടുത്തുണ്ട്, കയ്യിലുണ്ട്. കാരണം ഇവർക്ക് എന്നും ഇവിടെ ഓഡീഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ബന്ധങ്ങൾ കിട്ടും. ഇപ്പം വെറുതെ പോയി പനമ്പളിയാർ എന്നാൽ തന്നെ ഒരു 10 സിനിമാക്കാരെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല കോഫി ഷോപ്പിൽ പോയിരുന്ന അവിടെ ഒരു 10 സിനിമാക്കാരെ കാണാം. അപ്പം ഇങ്ങനെ ബന്ധങ്ങൾ കിട്ടും.
ഇതൊരിക്കലും ഒരു ഇടുക്കിക്കാരനോ വയനാടുകാരനോ പത്തനംതിട്ടക്കാരനോ കിട്ടില്ല. കാരണം ഞാനൊരു പത്തനംതിട്ടക്കാരനായിരുന്നു. ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് സിനിമ എന്ന് പറയുന്നത് ചന്ദ്രനെ നോക്കുന്ന പോലെയാണ്, വേറെ ഏതോ ലോകമാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഇവിടേക്ക് എത്തിയതും പിന്നെ സിനിമയിലേക്ക് എത്തുന്നതും. പക്ഷെ ഇന്ന് ഈ മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയയും ടെക്നോളജിയും ഒക്കെ ഒരുപാട് മാറിയുണ്ട്. ഇന്ന് എവിടെ ഉള്ളവർക്ക് അവരുടെ ടാലൻറ്റ് കാണിക്കാം. ഇൻസ്റ്റാഗ്രാമിൽ നല്ലൊരു പെർഫോമൻസ് റീൽ ഇട്ടാൽ ഞാൻ അങ്ങനെ എൻ്റെ പടത്തിലേക്ക് ഒരുപാട് പേരെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ എന്താ കാര്യം വെച്ചാൽ നമ്മളിത് കാണുന്നത് കോവിഡ് സമയത്ത് എൻ്റെ ജോലി ഇത് തന്നെയായിരുന്നു. ഈ റീൽസ് മൊത്തം എടുത്ത് കാണുക, ഇത് കൊള്ളാലോ, ഇതൊക്കെ ഞാൻ മാറ്റി മാറ്റി വെക്കും. അപ്പൊ അതിൽ നിന്ന് ഞാൻ ആനന്ദ് ശ്രീബാലയിൽ അങ്ങനെ 3-4 പേര് അഭിനയിച്ചിട്ടുണ്ട് ഈ റീൽസിൽ വന്നത്. അപ്പം ഇന്ന് അതുകൊണ്ട് അപ്പൊ ഇപ്പം സ്ഥലമോ സമയമോ ഒന്നും വലിയ പ്രശ്നമല്ല. ഇന്നത്തെ യങ്സ്റ്റേഴ്സിന് ഉറപ്പായിട്ടും ഓപ്പർച്യൂണിറ്റി. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന അടുത്ത പടത്തിലും അത്യാവശ്യം യങ്സ്റ്റേഴ്സിന് ഞാൻ പുതിയ യങ്സ്റ്റേഴ്സിന് അവസരം കൊടുക്കുന്നുണ്ട് ഉറപ്പായിട്ടും. റീൽസ് എടുക്കണം ചേട്ടൻ റീൽസ് എടുക്കണമെന്ന് പറയുന്നത് നന്നായിട്ട് ചെയ്താൽ കിട്ടുന്നത്. കാരണം അത് വേറെ ഒന്നുകൊണ്ടല്ല, കാരണം ന്യൂ ടാലൻസ് വരണം. അതുകൊണ്ട് ഇപ്പൊ റീസെന്റ് ഹിറ്റായ പടം ഇപ്പൊ പ്രേമലു നമ്മൾ കാണുമ്പോൾ എത്രയോ പേര് അതിനകത്ത് നമുക്ക് അറിയില്ലാത്ത എത്രയോ പേര് അതിലൂടെ ഹിറ്റ്. അപ്പൊ അങ്ങനെ അപ്പം മഞ്ഞുമൽ ബോയ്സിലും കുറെ പേര് വന്നല്ലോ. സലീംകുമാറിന്റെ മകനൊക്കെ എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമായി. അതെ, അപ്പം ഇവരൊക്കെ ഇനിയും എനിക്ക് തോന്നുന്നു ഫ്യൂച്ചർ മലയാളം സിനിമയാണ്. അതിലെ മഞ്ഞുമൽ ബോയ്സിലും പ്രേമലിലൊക്കെ എല്ലാ പിള്ളേരും ഇനി ഫ്യൂച്ചർ മലയാളം സിനിമയാണ്. ആവേശത്തില് ഫഹദിന്റെ കൂടെ തന്നെ പെർഫോം ചെയ്ത പേര്, പിന്നെ ആ ഫഹദിന്റെ റൈറ്റ് ഹാൻഡോട് അഭിനയിച്ച പുള്ളി രോമാഞ്ചത്തിൽ ഉണ്ടായിരുന്ന ആൾ. അപ്പൊ രോമാഞ്ചത്തിന്റെ കൂടി ഇതൊക്കെ ഫ്യൂച്ചർ മലയാള സിനിമയാണ്. അപ്പം ഇതുപോലെ ഇനിയും വരണം. ഒരുപാട് പേര് അങ്ങനെ വരാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇവരെ കണ്ടുപിടിച്ച് കൊണ്ടുവരും. വരട്ടെ, എല്ലാവരും വരട്ടെ. തീർച്ചയായിട്ടും. ഇനി ചേട്ടനോട് ഞാനൊരു 4 വാക്കുകൾ പറയും. ചേട്ടനൊരു സ്ക്രിപ്റ്റ് റൈറ്റർ ആണല്ലോ, അപ്പൊ അതിനെ എങ്ങനെയാണ് ചേട്ടൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്? 4 വാക്കുകൾ ചേട്ടനോട് പറ്റും. ഫസ്റ്റ് വാക്ക് പ്രണയം. ഫ്രഷ് ആണ്. ഈ ലോകത്തെ ഏറ്റവും മനോഹരമായ വാക്കാണ് പ്രണയം എന്ന് പറയുന്നത്. ഏറ്റവും മനോഹരമായ വാക്ക്. അതുപോലെ ഏറ്റവും വേദനിപ്പിക്കുന്ന വാക്കുമാണ്. ഇത് വരുമ്പോഴും സന്തോഷം, പോകുമ്പോഴും സന്തോഷം. ഒരേ സാധനം തന്നെയാണ് പ്രണയം. ഇത് വരുമ്പോഴും പോകുമ്പോഴും നമുക്ക് സന്തോഷവും സങ്കടമാണ്. അപ്പോൾ ഈ വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. നമുക്കൊരു പ്രണയം വന്നു, നമ്മുടെ ലൈഫിലേക്ക് ഒരാൾ വന്നു. ഇതേപോലെ ഇറങ്ങിപ്പോകുന്നൊരു മൊമെൻ്റ് ഉണ്ട്. അയ്യോ, അത് ഓവർകം ചെയ്യുകയെന്ന് വെച്ചാൽ എല്ലാവർക്കും റൂംമേറ്റ്സ് കാണില്ല, സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ ആ സമയത്ത് നമ്മുടെ ലൈഫിലേക്ക് പെട്ടെന്ന് കയറി വരുന്ന റൂംമേറ്റ് കാണുന്നില്ല. കാരണം പ്രണയം നഷ്ടപ്പെടുമ്പം ചേർത്ത് നിർത്തുന്ന സുഹൃത്തുക്കളായിരിക്കും. ഞാൻ പക്ഷേ നല്ല സുഹൃത്തുക്കളായിരുന്നു. സൗഹൃദത്തിൽ നിന്നാണ് പിന്നീട് അത് പ്രണയമായി മാറിയത്. അപ്പം നല്ല സുഹൃത്തുക്കൾ എപ്പോഴും എല്ലാവരും കൂടെ കാണും, പ്രത്യേകിച്ച് ആമ്പിളോടെ. അപ്പൊ അതാണ് പ്രണയം. ഇനി ചേട്ടന് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ഇഷ്ടം പോലെ ഫിലിമിലും അല്ലാതെ. ഫിലിമില് അല്ലാതെ എനിക്കറിയാം അശ്വതി ചേച്ചി അങ്ങനെ ഉണ്ടാവും. ഫിലിം ഇൻഡസ്ട്രിയിൽ ചേട്ടനെ എപ്പോഴും എന്തിനും വിളിക്കാൻ പറ്റുന്ന ചേട്ടന് ഏറ്റവും അടുത്തൊരു സുഹൃത്ത് ആരായിരിക്കും? സൗഹൃദമാണ് രണ്ടാമത്തെ എന്റെ വാക്ക്. സൗഹൃദം ഈ പറഞ്ഞ അതും ഈ ഞാൻ പറഞ്ഞ പ്രണയത്തിന്റെ സെയിം ഡെഫിനേഷൻ തന്നെയാണ്. വരുമ്പോൾ ഏറ്റവും നല്ല മൊമെന്റും ഒരു നമ്മൾ പോലും അറിയാത്തൊരു കാരണം കൊണ്ട് തെറ്റിപ്പിരിയേണ്ടി വന്നാൽ ഇത്രയും വിഷമമുള്ളൊരു വികാരം വേറെയില്ല സൗഹൃദം. എന്നെ സംബന്ധിച്ച് ഇപ്പം എന്നെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പം എന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ലുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് വിളിക്കുന്ന 2-3 പേരുണ്ട്. അതിലൊന്ന് രഞ്ജിൻ രാജ്. രഞ്ജിനെ വിളിച്ച് ചോദിക്കും. അപ്പം അവർക്കറിയാം, ഒന്ന് ഞാൻ രഞ്ജിൻ്റെ അടുത്ത് കാണും, മ്യൂസിലുള്ള രഞ്ജിൻ, അല്ലെങ്കിൽ വിഷ്ണു ശശിശങ്കർ. ഇപ്പോൾ അർജുൻ അശോകനെ വിളിക്കും. കാരണം അർജുൻ അശോകൻ്റെ വീട്ടിൽ നിന്ന് എന്നെ വിളിക്കും, അവൻ എൻ്റെ കൂടെ ഉണ്ടെന്ന് അറിയാനായിട്ട്. കാരണം ഞങ്ങൾ ഭയങ്കര സൗഹൃദങ്ങളുപരി ഒരു ബ്രദർ ഫീലാണ് ഇവരോടൊക്കെ ഞാൻ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ജസ്റ്റിൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രൊഡ്യൂസർ ആൻഡോ ചേട്ടൻ ആനന്ദൻ, ഇതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറും കൂടെയാണ്. അങ്ങനെ കുറേ സൗഹൃദമുണ്ട് എനിക്ക്. പിന്നെ കുറേ പെൺകുട്ടികളുണ്ട് നല്ല സുഹൃത്തുക്കളായിട്ട്. അപ്പോൾ ഇവരൊക്കെ നമ്മൾ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന രീതി കൊണ്ടാണ് അവരങ്ങനെ നിൽക്കുന്നത്. അല്ലാതെ അവരുടെ മുന്നിൽ ഞാൻ ചാട കാണിക്കാൻ പോകാറില്ല, അവരെൻ്റെ മുന്നിലും കാണിക്കാറില്ല. അപ്പം ഞാൻ പറയല്ലേ, ഒരു കൂട്ടായ്മ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഒരു ഗ്യാങ്. അങ്ങനെ മാളികപ്പുറത്തിന്റെ പേരിലൊന്നുമല്ല, എന്റെ സൗഹൃദവും എന്റെ കുടുംബവുമായിട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു ഗ്യാങ്ങിനെ അവർക്ക് ഏത് സമയം എന്റെ വീട്ടിലേക്ക് വരാൻ പറ്റും. അങ്ങനെ ഇപ്പൊ എന്റെ ഫാമിലി ആയാലും അവരുടെ ഫാമിലി ആയാലും ഒക്കെ അറ്റാച്ച്ഡാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും, സംസാരിക്കും, അല്ലെങ്കിൽ വരും, കാണും. അവർക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളത് നമ്മുടെ പ്രശ്നമായിട്ട് കൂടെ പോയി നിൽക്കും. അപ്പം അത് ഞാനിങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഞാനൊരു കൂട്ടുകുടുംബത്തിൽ പണ്ട് ഞങ്ങളുടെ ഒരു ഫാമിലി അങ്ങനെയായിരുന്നു. നമ്മുടെ അടുത്തെല്ലാം റിലേറ്റീവ്സാണ്.
ഇപ്പം ഞാൻ എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ മിസ് ചെയ്യുന്നു. കാരണം ഒരു ന്യൂക്ലിയർ കുടുംബം പോലെ ജീവിക്കുകയാണ്. അപ്പോൾ അടുത്ത വീട്ടുകാരെ എല്ലാം അപ്പം ഞാൻ എന്താ വെച്ചാൽ എനിക്കൊരു ഒരു കൂട്ടായ്മ ഒരു കുടുംബം പോലെ ഞാനിങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതെ, അത് വേണം. അത് തീർച്ചയായിട്ടും മറ്റൊന്നുമല്ല, നമ്മുടെയൊക്കെ ലൈഫ് നാളെ എന്തെങ്കിലും സംഭവിച്ചു പോയാലും നമ്മുടേതൊന്നും ഓടി വരാനായിട്ട് ആരെങ്കിലും ഒക്കെ വേണം. എക്സാക്ട്ലി, അത്രേ ഉള്ളൂ. മൂന്നാമത്തെ സിനിമ ഞാൻ പറഞ്ഞല്ലേ, ഇനി സിനിമയ്ക്ക് സെയിം ഡെഫിനേഷൻ തന്നെ. വരുമ്പോ ഇത്ര സന്തോഷമുള്ള ഒരു കാര്യമില്ല, ഇല്ലാതാകുമ്പോ ഇത്ര വിഷമവും ഇല്ല. സിനിമ ഞാൻ പറഞ്ഞില്ല, സിനിമ എൻ്റെ അടുത്ത് എൻ്റെ ലൈഫിലെ പ്രയോറിറ്റി ലിസ്റ്റ് പറയാൻ പറഞ്ഞാൽ ഞാനൊരു 5 കാര്യം പറയണം. അതിൽ ആദ്യത്തെ കാര്യം സിനിമയായിരിക്കും. തീർച്ചയായിട്ടും. ഒരു പക്ഷെ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു കുടുംബത്തിന്റെ മോളിൽ ഞാൻ സിനിമയെ സ്നേഹിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ കുടുംബത്തെ മറന്നിട്ടാണ് ഞാൻ സിനിമയിലേക്ക് പോയത്. കാരണം ഞാൻ വീട്ടിൽ എന്ത് സംഭവിക്കുമെന്നോ വീട്ടിലെന്ത് അവസ്ഥയെന്നോളം ചിന്തിക്കാതെ ഞാൻ സിനിമയിൽ, അപ്പം ഞാൻ സിനിമയെ അത്രത്തോളം പ്രണയിക്കുന്നുണ്ട്. എൻ്റെ സൗഹൃദം സിനിമയോടുണ്ട്. ഇന്ന് ഞാൻ എൻ്റെ ലൈഫ് എന്ന് പറയുന്ന സിനിമയാണ്. എനിക്കതല്ലാതെ വേറൊരു ജോലിയും ഇനി ചെയ്യാൻ പറ്റില്ല. എനിക്ക് അറിയില്ല. ഇനി തിരിച്ചവിടെ ഇൻഫോ പാർക്കിൽ പോകാൻ പറഞ്ഞാൽ എനിക്കറിയില്ല ഒരിക്കലും. അപ്പം സിനിമയാണ് ജീവിതം. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ലാസ്റ്റ് ശ്വാസം വരെയും ആ സിനിമ കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അപ്പം അതിലേക്ക് ദൈവം തന്നല്ലോ, തന്നു. പക്ഷെ നിലനിർത്താന്നുള്ളത് കാരണം നമ്മള് ഇപ്പൊ സിനിമ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ 2 സിനിമയോ അല്ലെങ്കിൽ 3 സിനിമ ഹിറ്റ് അടിച്ചതുകൊണ്ടോ കാര്യമില്ല. ഈ ഒരു നിലനിൽപ്പ് ഞാൻ ഫോക്കസ് ചെയ്യുന്ന 2035 ഞാൻ എവിടെയുണ്ട്, ഞാൻ എന്തായിരിക്കും സിനിമയിൽ എന്നാണ് ഞാനിപ്പോൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2024, 25, 26 സംഭവിച്ചുകൊണ്ടേയിരിക്കും. 2035 സിനിമ എടുത്ത് നോക്കുമ്പോൾ അഭിലാഷ് പിള്ള എവിടെ ഉണ്ടോ, അപ്പൊ അത് നിർത്താൻ വേണ്ടിയാണ്. ഞാൻ അത് തന്നെ, ഞാൻ 10 വർഷം കഴിയുമ്പോഴേ ഇതേപോലെ ഇവിടെ വന്നിരിക്കണം. നിങ്ങളുണ്ടോന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ആണല്ലേ ഇവിടെ വന്നിരിക്കണം. അപ്പോഴും ഞാൻ പറയണം 10 കൊല്ലം മുന്നേ നമ്മൾ സംസാരിച്ചായിരുന്നു ഇത് തന്നെ. അപ്പൊ അന്ന് സംവിധാനം കഴിഞ്ഞ് നമ്മളിപ്പോ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അഭിലാഷന്റെ ഫ്യൂച്ചറിന്റെ കാര്യം അതൊക്കെ നടക്കാൻ പറ്റട്ടെ. 4ാമത്തെ കാര്യം രാഷ്ട്രീയം, പൊളിറ്റിക്സ്. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഞാൻ മാളികപ്പുറം എന്നൊരു സിനിമ ചെയ്തപ്പം പല രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഇന്നൊരു പൊളിറ്റിക്കൽ സട്ടയർ നിൽക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഇന്നൊരു പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ ചിരിച്ചുകൊണ്ടിരുന്ന ആളാണ് ഞാൻ ഇതൊക്കെ കേട്ടിട്ട്. ഇപ്പം ഞാൻ ചെയ്യുന്ന സിനിമയിലെ നായകന്റെ പൊളിറ്റിക്സ് ആ സിനിമയിൽ എല്ലാവർക്കും വരണം എന്ന് വാശി പിടിക്കാൻ പറ്റില്ല. കാരണം ഇപ്പം മാളികപ്പുറം സിനിമ ഉണ്ണിമൂന്നിനെ വിമർശിച്ചതൊക്കെ ഞങ്ങളെല്ലാവരും പറഞ്ഞു. ഉണ്ണിയെ പോലെ തന്നെ എന്നെയും വിഷ്ണുവിനെയും ഇതിൽ അഭിനയിച്ച ആ കുട്ടിയെ വരെ പറഞ്ഞവരുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ച് എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് എൻ്റെ സ്വകാര്യതയാണ്. എനിക്കിത് പബ്ലിക്കായിട്ട് പറയേണ്ട ആവശ്യമില്ല. ഇപ്പൊ കുറച്ച് മുന്നേ എന്നോട് വോട്ട് ചെയ്ത കാര്യം ചോദിച്ചു, ആർക്ക് ചെയ്തതും ചോദിച്ചു. അത് എൻ്റെ സ്വകാര്യതയാണ്. ഇപ്പൊ ഞാൻ ചിലപ്പം ചെയ്തത് കോൺഗ്രസിനാവാം, കമ്മ്യൂണിസ്റ്റിനാവാം, BJPക്കാവാം, സ്വതന്ത്രനാവാം, നോട്ടയ്ക്കാവാം. അപ്പം പക്ഷെ എൻ്റെ ഉള്ളിൽ ഞാൻ കാണുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. അത് ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ചെറുപ്പം മുതലേ കണ്ടു വന്നേക്കുന്ന രാഷ്ട്രീയം തന്നെയാണ്. ഇപ്പം എൻ്റെ അച്ഛനൊരു രാഷ്ട്രീയമുണ്ട്. അച്ഛൻ വിശ്വസിക്കുന്ന പാർട്ടിയിലായിരിക്കില്ല ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ അമ്മയ്ക്കൊരു രാഷ്ട്രീയമുണ്ട്, എൻ്റെ ഭാര്യയ്ക്കൊരു രാഷ്ട്രീയമുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നു, ഞാനിതിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇന്ന പാർട്ടിയുടെ ആളാണ് ഞാൻ എന്ന് പറഞ്ഞ് ഞാൻ ഒരു പ്രവർത്തനത്തിനും പോകാറില്ല. എൻ്റെ സിനിമകളിൽ ഒരിക്കലും എനിക്ക് ഒരു പാർട്ടിയെ മാത്രമായിട്ട് ഫോക്കസ് ചെയ്ത് എഴുതാനും പറ്റില്ല. നാളെ ഞാൻ എഴുതുന്ന സിനിമയിൽ ചിലപ്പോൾ മറ്റൊരു രാഷ്ട്രീയം കാണും. തീർച്ചയായിട്ടും. അപ്പം ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് അവൻ്റെ ഒരു മനസ്സിലൊരു രാഷ്ട്രീയം വന്നു പോയാൽ അവൻ എഴുതുന്ന സിനിമയെ അത് ബാധിക്കും. അവിടെ എനിക്കതിന് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല. പക്ഷെ നല്ലത് ചെയ്യുന്നവരെ എന്നും ഞാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യും. തീർച്ചയായിട്ടും. ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാവണം, ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന, അത് ഇന്ന പാർട്ടി എന്നുള്ളതല്ല, എല്ലാ പാർട്ടിയിലുള്ള അങ്ങനെയുള്ളവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. ഇപ്പം എത്രയോ പേര് നമ്മൾ പേഴ്സണലി ഇപ്പം BJPയിലുള്ളതും കോൺഗ്രസിലുള്ളതും കമ്മ്യൂണിസ്റ്റിലുള്ളതുമായ എത്രയോ പേര് എൻ്റെ സുഹൃത്തുക്കളാണ്. എത്രയോ നേതാക്കന്മാരോട് നമ്മൾ ഇപ്പോഴും ഫോണിൽ സംസാരിക്കുന്നുണ്ട്. ഇപ്പം തന്നെ ഞാൻ പേര് പറയുന്നില്ല, കോൺഗ്രസിൽ പെട്ടതായാലും ഇടതുപക്ഷത്ത് പെട്ടതായാലും BJP പെട്ടാലും ഈ ഇലക്ഷനോട് ബന്ധപ്പെട്ട് ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിക്കും, എന്തായി ഇത്തവണ പൊട്ടുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഒരു അങ്ങനെ തന്നെ അവള് ചോദിക്കും ഭയങ്കര പഠന. ഞാൻ പറയും കോൺഗ്രസിലുള്ള എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പം ഞാൻ വിളിച്ച് ചോദിക്കും, എന്താണ് നല്ല പണിയെടുപ്പാണല്ലേ പറയുന്നുണ്ട്. ഇല്ലടാ ഇത്തവണ നമ്മൾ പിടിക്കും. അപ്പം അത് ഞാൻ പറയാം, സൗഹൃദമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതിലൊരിക്കലും വ്യക്തി രാഷ്ട്രീയമില്ല. എൻ്റെ സിനിമകളിൽ എന്തായാലും ഞാൻ രാഷ്ട്രീയം കൊണ്ടുവരാൻ ശ്രമിക്കില്ല. എൻ്റെ മനസ്സിലൊരു രാഷ്ട്രീയം ഉണ്ടെങ്കിൽ പോലും ഞാൻ എഴുതുന്ന അക്ഷരങ്ങളിൽ അത് വരില്ല. തീർച്ചയായിട്ടും വരില്ല. ഇപ്പം ഞാൻ ആലോചിക്കാറുണ്ട്, ചില പോസ്റ്റൊക്കെ ഇടുമ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് ഒരു രീതിയിൽ ആ പോസ്റ്റോട് ഒരു ബന്ധമില്ലാത്ത മാറ്ററായിട്ടായിരിക്കും താഴെ വന്നിട്ട് ചിലർ വന്നിട്ട് ഈ രാഷ്ട്രീയം പറയും. അപ്പം ഞാൻ ആലോചിച്ചിട്ട് ഇത് എന്തിനാണ് എൻ്റെ ഇതുമായിട്ടൊരു ബന്ധമില്ലാത്ത പോസ്റ്റ് താഴെ. ഇപ്പം ഞാൻ എൻ്റെ മകളുടെ ഡാൻസിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ താഴെയും വന്നിട്ട് രാഷ്ട്രീയം പറഞ്ഞവരുണ്ട്. ഞാൻ ആലോചിച്ചിട്ട് ഇത് എന്തിനാണ് ഇത് പറയുന്നത്. ചില ആളുകൾ
നന്നാക്കാൻ അതിജീവിച്ചേ പറ്റൂ. അതെ, അങ്ങനെയാണ് ഇവിടുത്തെ. അല്ല, എനിക്കിത് വായിക്കുന്നത് ഭയങ്കര രസമാണ്. നമുക്കിത് വായിച്ച് എൻജോയ് ചെയ്യാം. കാരണം ഇവരൊക്കെ നമ്മളെ ചെയ്യാറുണ്ടോ? പിന്നെ ദേഷ്യം വരും. എന്തിനാണ് നമ്മളെ ഒരു കൺസിഡർ ചെയ്യുന്നുണ്ടല്ലേ? അതെ, ദേഷ്യം. അതായത് ഇപ്പൊ ഞാൻ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ പോയി എല്ലാ കമന്റ് ഇട്ടേക്കുന്നത്. ഞാനിട്ട പോസ്റ്റ് അവർ കുത്തിയിരുന്ന് കാണുകയും അത് വായിക്കുകയും ചെയ്തിട്ടാണല്ലോ അവിടെ നിന്ന് കമന്റ് ഇടുന്നത്. അപ്പൊ അവര് നമുക്ക് വാല്യൂ തന്നിട്ടുണ്ടല്ലോ. എനിക്ക് വേണ്ടി അവരൊരു ഈ കമന്റ് എഴുതാൻ വേണ്ടി ഒരു 10 സെക്കൻഡ് ചെലവഴിച്ചില്ലേ, അതിന് ഞാൻ വില കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് വേണ്ടി അവരുടെ ലൈഫിലെ 10 സെക്കൻഡ് തന്നേക്കുക, ഞാൻ വാല്യൂ കൊടുക്കുന്നുണ്ട്. അത് ഇപ്പോഴാണോ അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയത്? നമ്മൾക്ക് ഇപ്പോഴാണല്ലോ ഇങ്ങനത്തെ കമന്റുകൾ പണ്ട് നമ്മള് ഇൻസ്റ്റയിലൊക്കെ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ മാക്സിമം ഒരു 200 ലൈക്ക് ഒക്കെ വരും. ഇന്നത് മാറി കമന്റ്സിന്റെ എണ്ണം കൂടിയപ്പോഴാണല്ലോ ഇത് വരുന്നത്. അപ്പൊ ഇപ്പം ചിലരൊക്കെ നമ്മുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി മെസ്സേജ് ഇടും. നമ്മളെ മോശമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറ്റൻഷൻ കൊടുക്കുമെന്ന് വിചാരിച്ചു. ഞാൻ ഈ ഇടയ്ക്ക് ഒരു പോസ്റ്റിന്റെ താഴെ ഒരു പയ്യൻ വന്നൊരു കമന്റ് ഇട്ടു. അപ്പോൾ ഞാൻ റിപ്ലൈ കൊടുത്തപ്പം അവൻ അതിന്റെ താഴത്തിൽ ഇടുകയാണ്, ഓ ചേട്ടാ ഞാൻ ചേട്ടൻ ഭയങ്കര ഫാനാണ്, ഞാൻ ചേട്ടന് അറ്റൻഷൻ കിട്ടാൻ വേണ്ടി. അപ്പൊ ഞാനല്ലേ ചേട്ടൻ, ഞാനാണോ മണ്ടനായത്? പക്ഷെ ഞാൻ ഇതൊക്കെ ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വായിച്ചിട്ട് ടെൻഷൻ അടിക്കുന്ന ജീവിതത്തിൽ അത് മാത്രമേ കാണത്തുള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ എൻജോയ് ചെയ്യുക. ഇത് ആക്ച്വലി ഒരു പ്രചോദനം. ലൈക്ക് എനിക്കൊക്കെ ഒരു ബാഡ് കമന്റ് ഇട്ടാൽ ആ ദിവസം പോകും. ഒരിക്കലും ചിന്തിക്കല്ലേ, നിങ്ങൾ ചിന്തിക്കേണ്ട ഇത്രേ ഉള്ളൂ. ഈ ബാഡ് കമന്റ് ഇട്ടാലും ഗുഡ് കമന്റ് ഇട്ടാലും അവരുടെ ജീവിതത്തിലെ ഒരു മനുഷ്യന്റെ ലൈഫ് സ്പാൻ ഉണ്ടല്ലോ, ഒരു 80 വയസ്സെന്ന് വെച്ചോ. 80 വയസ്സുള്ള അവരുടെ ലൈഫ് സ്പാനിലെ 10 സെക്കൻഡാണ് നിങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുന്നത്. അപ്പൊ അവൻ വലിയ രീതിയിൽ നമ്മളെ കൺസിഡർ ചെയ്തില്ലേ? എല്ലാവരും അങ്ങനെ ചിന്തിച്ചാൽ മതി. ആ കമന്റ് എഴുതാൻ അവൻ എടുത്ത സമയം അത് അവന്റെ അച്ഛനോ അമ്മയ്ക്ക് വേണ്ടി കൊടുത്തതല്ല, ഒരു ബന്ധമില്ലാത്ത നമുക്ക് തന്നതാ. വലിയൊരു പോയിന്റ് ആണ് അത്. നോട്ട് ചെയ്ത് തീർച്ചയായിട്ടും ഇതും പറഞ്ഞിട്ട് നാളെ തൊട്ട് തെറി പറഞ്ഞ് മെസ്സേജ് ഉണ്ടാ. എനിക്കും അല്ല, ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആളാണ്. കാരണം ഞാനിപ്പോ ഒരാളുടെ ഫേസ്ബുക്കിൽ പോയിട്ടൊരു കമന്റ് ഇടുവാണെങ്കിൽ ഞാൻ അയാളെ വില കൊടുക്കുന്നോ വില ഇല്ലാതെ ചിന്തിക്കുന്നുള്ള രണ്ടാമത്തെ കാര്യം. പക്ഷെ ഞാൻ അയാളെ കൺസിഡർ ചെയ്യണ്ടല്ലോ മെസ്സേജ് ഇടുന്നത്. എക്സാക്ട്ലി. അപ്പൊ നമ്മള് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കവർ ചെയ്തു. ഇനി അപ്കമിങ് പ്രോജക്ട്സ് ഈ ആനന്ദ് ശ്രീബാല അല്ലാതെ ഇപ്പൊ മാളികപ്പുറം ടീം വീണ്ടും സെയിം ഡയറക്ടർ ഞാൻ എഴുതുന്ന കഥ, മാളികപ്പുറം 2 അല്ല മറ്റൊരു കഥ, വലിയ ക്യാൻവാസ് ചെയ്യുന്നൊരു പടമാണ്. അപ്പൊ അതുകൊണ്ട് അത്ഭുതദ്വീപ് 2 പ്ലാനിങ് നടക്കുന്നു. ഉണ്ണി മുകുന്ദനാണ്, അത്ഭുതദ്വീപ് ഉണ്ണിയാണ് ചെയ്യുന്നത്. പിന്നെ തമിഴിലൊരു പ്രൊജക്ട് ഓൾമോസ്റ്റ് ഇങ്ങനെ ഫൈനൽ ടോക്സ് വന്നിരിക്കുന്നു. ഡയറക്ഷൻ പരിപാടിയുടെ പ്ലാനിങ് നടക്കുന്നു. ഇതല്ലാതെ ഇൻ ടോക്സ് കുറച്ച് പടങ്ങൾ ആയിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ എഴുതി തീർക്കണം, ചെയ്യണം. ഇതൊക്കെയാണ് പ്ലാൻസ്. എന്തായാലും ആനന്ദ് ശ്രീബാല എന്ന് പറഞ്ഞ മൂവി വലിയൊരു ഹിറ്റ് ആവട്ടെ. ഞാൻ എന്തായാലും പോയി കാണും. തീർച്ചയായിട്ടും ഫസ്റ്റ് ഡേ തന്നെ പോയി കാണാം. എല്ലാവരും കേട്ടോ, എല്ലാവരും പോയി കാണാം. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പോയി മാറ്റിനിയിലെ മൊത്തം ആളും പോയി കാണണം. എല്ലാവരും പോയി കണ്ട് സപ്പോർട്ട് ചെയ്യും. ആനന്ദ് ശ്രീബാല തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന സിനിമയായിരിക്കും. അതൊരിക്കലും ഒരു ഈ പറയുന്ന പോലെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോകുന്നവർ വളരെ ഹാപ്പി ആയിട്ട് കണ്ണ് പറഞ്ഞ് ഇറങ്ങി പോകുന്ന സിനിമയായിരിക്കും. ഓ, ഇമോഷണൽ. തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോകുന്നവര് ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്ത് ഇറങ്ങി പോകുന്ന ഒരു സിനിമയായിരിക്കും. മാളികപ്പുറം കണ്ട് ഇറങ്ങി പോയപ്പോഴും ആളുകൾക്ക് കിട്ടിയ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് തരാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് നന്നായി വിഷ്ണു ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അർജുൻ അശോകന്റെ കരിയറിൽ തന്നെ അവൻ ഇത്രയും ഒരു സോളോ ഒരു പരിപാടിയും ചെയ്തിട്ടില്ല. അപ്പൊ അത് ഈ സിനിമയിലൂടെ ആയിരിക്കും തുടങ്ങാൻ പോകുന്നത്. അവന്റെ ഒരു സോളോ, ഞാൻ ഹിറ്റ് എന്ന് പറയുന്നില്ല, കാരണം വെച്ചാൽ ഹിറ്റും ഫ്ലോപ്പും ഒക്കെ പിന്നുള്ള കാര്യം. പക്ഷെ അർജുൻ അശോകന്റെ കരിയറിൽ തന്നെ ഒരു മാറ്റം വരുത്താൻ പോകുന്ന സിനിമയായിരിക്കും ആനന്ദ് ശ്രീബാല. ഇപ്പം എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താണ് ആനന്ദ് ശ്രീബാല എന്നുള്ള സംഭവം. അപ്പം ഞാൻ പറഞ്ഞു അതാണ് ആ സിനിമയുടെ കഥ, ആ പേര് തന്നെയാണ് ആ സിനിമയുടെ കഥ. അപ്പം ബാക്കിയൊക്കെ കാണുമ്പോ അറിയാം. ഓക്കെ, അപ്പൊ എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ. താങ്ക് യു സോ മച്ച് ചേട്ടാ, താങ്ക് യു ഫോർ യുവർ ടൈം. അപ്പൊ ഇനിയും കാണാം. ഓക്കെ.